വൈവിധ്യമാർന്ന വിവാഹ കളക്ഷനുകളുമായി പുത്തൻ ഷോറൂം പ്രൗഢിയിൽ ഇനി പഴയന്നൂർ. ജനതാ ജ്വല്ലറി പുതിയ ഷോറൂം പഴയന്നൂർ സ്റ്റേറ്റ് ബാങ്കിന് എതിർവശം ഹിറ കോംപ്ലക്സിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഓണത്തിന് ചെയിൻ ആൻഡ് ബാംഗിൾ ഫെസ്റ്റിന്റെ ഭാഗമായി 2% മാത്രം പണിക്കൂലി. ഗ്രാൻഡ് ഓപ്പണിംഗിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ TVS സെസ്റ്റ് സ്കൂട്ടർ സമ്മാനമായി ലഭിക്കുന്നതിന് ജനതാ ജ്വല്ലറി ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സെസ്റ്റ് എന്ന് കമന്റ് ചെയ്ത് 3 സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. പഴയന്നൂർ EK നായന സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരാലംബരായ വയോജനങ്ങൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പഴയന്നൂർ സീനായ് പാരിഷ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ EK നായനാർ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിരാലംബരായ വയോജനങ്ങൾക്ക് ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പഴയന്നൂർ സീനായ് പാരിഷ് ഹാളിൽ വെച്ച് വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തി നിർവഹിച്ചു. ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളൊക്കെ തന്നെ പഞ്ചായത്ത് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമ്മൾ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. എന്നിരുന്നാലും അവർക്ക് അധിക സഹായം നമുക്ക് ഇത്തരം ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഡയാലിസിസ് രോഗികൾ, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളായി നേരിടുന്നത്. അപ്പോൾ അവരെ സഹായിക്കാൻ ട്രസ്റ്റ് ചെയർമാൻ PA ബാബു അധ്യക്ഷനായി. 200ഓളം കുടുംബങ്ങൾക്കാണ് ഓണക്കോടിയും 10 കിലോ അരിയും പലചരക്കും ഉൾപ്പെടുത്തി കിറ്റ് നൽകിയത്. ലണ്ടൻ പ്രവാസിയായ തങ്കമണി നമ്പലാട്ടിന്റെ സഹകരണത്തോടെയായിരുന്നു പദ്ധതി. പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, മാനേജിംഗ് ട്രസ്റ്റി KM അസീസ്, ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP ശ്രീജയൻ, NB നാരായണൻകുട്ടി, N അരവിന്ദാക്ഷൻ, CC സുരേഷ്, ദേവിക രാജേന്ദ്രൻ, CG ജോൺ, CU അഖില, ശോഭന രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPM മുഖേന നമ്മുടെ നാട്ടിലെ കിടപ്പ് രോഗികൾക്ക് ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ അതിനുള്ള സഹായം, വീടുകളുടെ ധനസഹായം എന്ന് വേണ്ട എല്ലാ അർത്ഥത്തിലും ഒരു മാനുഷികമായ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു ആളാണ് നമ്മുടെ തങ്കമണി ചേച്ചി. വളരെ പാവപ്പെട്ട ഒരു സ്ഥിതിയിൽ നിന്ന് വളർന്നു വന്ന് ഇന്ന് അവരുടെ സമ്പാദ്യത്തിന്റെ 95% അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നീക്കുകയാണ്. CCV ന്യൂസ് പഴയന്നൂർ.